മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ലൈറ്റ്. നമുക്കിന്ന് ഷിംല ട്രീറ്റിയെക്കുറിച്ച് സംസാരിക്കാം. പാകിസ്ഥാൻ റദ്ദാക്കിയ ഷിംല ട്രീറ്റി 1971 ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ ഒരു വലിയ യുദ്ധം ഉണ്ടായി. മുക്തി ബാഹിനിയോടൊപ്പം ബംഗ്ലാദേശ് ലിബറേഷന് വേണ്ടി ഇന്ത്യൻ ആർമി പാകിസ്ഥാൻ തോൽപ്പിച്ച ഒരു യുദ്ധം. ആ യുദ്ധത്തിന് ശേഷം 1972 ജൂലൈ 2 അന്നത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിട്ടുള്ള സുൽഫിഖർ അലി ഭൂട്ടോയും ചേർന്ന് ഹിമാചൽ പ്രദേശിൽ ഒത്തുചേർന്ന് അവിടുത്തെ ഷിംലയിൽ വെച്ച് ഒപ്പിട്ട ഒരു കരാറാണ് ഷിംല കരാർ. അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതൊക്കെയാണെന്ന് നോക്കാം. ഇരു രാജ്യങ്ങളും സമാധാനത്തോടെ വർദ്ധിക്കുക, യുദ്ധം എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതായിരുന്നു. രണ്ടാമത്തേത് പ്രധാനമായിട്ടും പറയുന്നത് കാശ്മീരിലെ LOC രണ്ടുപേർ റെസ്പെക്ട് ചെയ്യുക, അനാവശ്യമായിട്ടുള്ള കടന്നുകയറ്റങ്ങളൊന്നും പാടില്ല. പിന്നെ പറഞ്ഞു ഇരു രാജ്യങ്ങളുടെയും ബൈലാറ്ററൽ റിലേഷൻഷിപ്പ്, അതായത് നമ്മുടെ ആ ഒരു ബന്ധം ഒന്നും കൂടി ഉയർത്തണം. പിന്നെ പറഞ്ഞത് രണ്ട് രാജ്യങ്ങളുടെയും ഇന്റേണൽ അഫയേഴ്സിൽ അനാവശ്യമായിട്ടുള്ള കൈകടത്തലുകളൊന്നും രണ്ട് രാജ്യങ്ങളും ചെയ്യാൻ പാടില്ല. പക്ഷേ ഇതൊക്കെ നടന്നിരുന്നോ? നമുക്ക് നോക്കാം. 72 ശേഷം 1984 പാകിസ്ഥാൻ നമ്മുടെ ഗ്ലേഷ്യേഴ്സ്, സിയാച്ചിൻ ഗ്ലേഷ്യേഴ്സ്, ലോകത്തെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടി അവിടെ അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ഒരു അറ്റാക്ക് നടത്തി. അവിടെ ഷിംല കരാർ വയലേറ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് 1999 കാർഗിൽ വാർ, അവിടെയും വയലേറ്റ് ചെയ്തു. പാകിസ്ഥാൻ ആർമി ഇന്ത്യൻ പിക്കറ്റുകൾ പിടിച്ചെടുത്ത് ആ കരാർ വയലേറ്റ് ചെയ്തു. പിന്നീട് 2003 ശേഷം ഒരുപാട് സീസ് ഫയർ വയലേഷൻ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. സോ ഇപ്പോൾ അവർ ഈ കാണിച്ചിരിക്കുന്ന ഷിംല കരാർ വയലേഷൻ കൊണ്ട് നമ്മൾക്കൊന്നും പേടിക്കാനില്ല, കാരണം നമ്മൾ ഇത് ഒരുപാട് വട്ടം കണ്ടതാണ്. സോ പാകിസ്ഥാനോട് എനിക്കിതാണ് പറയാനുള്ളത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്, ബൈ.